ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് റീസൈക്ലിംഗ് മെത്തേഡിലൂടെ ഒരു ലഞ്ച് ബാഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ ഓട്സ്, സർഫ് അങ്ങനെയുള്ള കട്ടിയുള്ള കവർ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴേക്കും ഇത് സൈഡ് കട്ട് ചെയ്ത് കളയാതെ ഇങ്ങനെ മീതയിലേക്ക് കട്ട് ചെയ്ത് രണ്ട് സൈഡ് ഒരുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സൈഡ് ചരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കവർ ചെറുതായി പോകും. അതുകൊണ്ട് നമ്മളിത് ഈ ഒരു രീതിയിൽ വേണം താഴെയും മുകളിലും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കവർ ചുളുങ്ങാതെ തന്നെ എടുക്കണമെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കും. നമ്മൾ ഈ സാധനങ്ങൾ കുറച്ചെടുത്തിട്ട് അത് മടക്കി അവിടെ വെച്ച് കഴിഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ സാവധാനം തീർന്നു കഴിഞ്ഞ് മാത്രം എടുക്കണമെങ്കിൽ ഇത് ഇത്രയും ഫ്രഷ് ആയിട്ട് കവർ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള സാധനങ്ങൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്ത് ഇതൊരു നല്ല ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ലെവലാക്കി എടുത്തതിന് ശേഷം ഈ ഒരു സിബ് ഇങ്ങനെ എടുത്ത് അതിൻ്റെ റൈറ്റ് സൈഡ് ചേർത്ത് ഈ രീതിയിൽ വെക്കുക. സിബ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേക്കണം. അത് വെച്ച് തയ്ക്കുക. തയ്ച്ചതിന് ശേഷം മറ്റ് ആ സൈഡും കൂടി ഇപ്പം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ, അത് എങ്ങനെ തയ്ച്ചിരിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാകും ഏതായാലും. അപ്പോൾ അത് മറ്റേ സൈഡും കൂടി ചേർത്ത് വെച്ച് ആ ഒരു തയ്യലും കൂടി അവിടെ ചെയ്തതിന് ശേഷം ഈ രണ്ട് സൈഡുകളും കൂടി തയ്ച്ച് കഴിഞ്ഞാൽ തീർന്നു. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. രണ്ട് സൈഡും തയ്ച്ച് അത് ക്ലീനായി. താഴെ വശം തയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ ലൈനിങ് ഒന്നും ഇടാതെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യം, ഈ ലോക്ക് അകത്ത് ആക്കിയിട്ടും വേണം സൈഡ് തുന്നാനായിട്ട്. അതല്ലെങ്കിൽ ലോക്ക് അപ്പുറത്തായി നമുക്ക് തുറക്കാൻ പറ്റില്ല ബാഗ്. അപ്പോൾ പിന്നെ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞേക്കുക. അത്രയേ ഉള്ളൂ, തീർന്നു. ഇതോടുകൂടി നമ്മൾ ഇതിനെ തിരിച്ചെടുക്കുകയും ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ നമ്മളുടെ വീട്ടിൽ ആവശ്യമില്ലാതെ കളയുന്ന ഷോൾഡർ ബാഗ്, കുട്ടികളുടെ സ്കൂൾ ബാഗ്സ്, ഇതിൻ്റെയൊക്കെ നല്ല സിബുകളായിരിക്കുള്ളൂ. സിബിനൊന്നും കേട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സിബുകളെല്ലാം ഊരിയെടുത്ത് വെച്ചേക്കുക. എന്നിട്ട് വേണം അതൊക്കെ കളയാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലും കവറോ അല്ലെങ്കിൽ ക്ലോത്തോ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ആ സൂക്ഷിച്ച് വെച്ച സിബ് എടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ഞാനിപ്പോൾ തയ്ച്ച എൻ്റെ ബാഗ്, അതിനകത്തേക്ക് ഞാൻ ലഞ്ച് ബോക്സാണ് വെച്ച് കാണിക്കുന്നത്. കാരണം എൻ്റെ കുട്ടികൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഇതുപോലെയുള്ള ലഞ്ച് ബോക്സാണ് ഞാൻ എപ്പോഴും കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പഠിച്ച് കൊണ്ട് നടന്ന ടൈമിലുള്ള ലഞ്ച് ബോക്സുകളാണ് ആ കിടക്കുന്നത്, എല്ലാ ലഞ്ച് ബാഗുകൾ. അപ്പോൾ ഞാനത് അവരുടെ പഠനശേഷം ഞാനത് വീണ്ടും വേറെ സാധനങ്ങളൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് അത് പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എങ്ങനെ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനങ്ങളൊന്നും ഇതുണ്ട്. ഇതൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള കുറേ ബാഗുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾ മാറി മാറി കൊണ്ടുപോകുന്ന ലഞ്ച് ബാഗുകളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ കുറേ സാധനങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലം പഴകിയിട്ടുള്ള ബാഗുകളാണ് അതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇതെൻ്റെ മോൻ്റെ ഒരു ഷോർട്ട്സ് ട്രൗസർ, അതിൻ്റെ തുണി വെച്ചിട്ട് ഞാൻ ഉള്ളിലൊരു ലൈനിങ് പോലെ ഇത്തിരി കട്ട് കിട്ടാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കും കൂടി ഇട്ടിട്ടൊക്കെ തയ്ച്ച ഒരു പെൻസിൽ ബോക്സാണ്. പഴയ ബാഗിൻ്റെ സിബുമാണത്. അപ്പോൾ സിബുകളൊന്നും കളയാതെ നിങ്ങളെടുത്ത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ തുണികളൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് ഒരെണ്ണം തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ആകും അതിൽ. നമ്മൾക്ക് ഒരുപാട് ഐഡിയ കിട്ടും തയ്ക്കാനായിട്ട്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, അത് സത്യം. പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ അവർക്ക് കൊടുക്കും, അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോഴേക്കും. അപ്പോൾ ഇതൊക്കെ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കി ഞാൻ ഇത് നെറ്റിൻ്റെ തുണി വെച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ തുന്നി പിടിപ്പിക്കുകയും ചെയ്യണം. ഇത് ജീൻസിൻ്റെ ഒരു ബാഗ്. അതിനകത്ത് ഞാൻ കുറച്ച് പഴയ ബില്ലുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ലൈനിങ് ഒക്കെ ഇട്ടാണ് തയ്ച്ചത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് തയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ഏതായാലും ഇതുപോലെയുള്ള കവറ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ സിബുകൾ പഴകിയത് കിട്ടുമ്പോഴൊക്കെ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് രണ്ടും ഒത്തു ചേർന്ന് വരുമ്പോൾ അങ്ങോട്ട് തയ്ച്ചേക്കുക. സിബും ക്ലോത്ത് അല്ലെങ്കിൽ കവർ ഇതൊക്കെ ഒന്നിച്ച് ചേർന്ന് കിട്ടുമ്പോൾ നമ്മളിതൊന്ന് തയ്ച്ച് നോക്കിയിട്ട് കുട്ടികൾക്കൊന്ന് കൊടുത്തു വിട്ട് നോക്കുക. സ്കൂളിലായാലും അവരും ചോദിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലും ബെല്ലൈക്കണിലും ഒന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക് യു.